നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. യമന്റെ കഥ തീർക്കും എന്ന് പറഞ്ഞ് ആ വാക്ക് ഉള്ളിലേക്കിടുമ്പോഴേക്കും യമനിൽ പതിച്ചത് 100ഓളം ഫൈറ്റർ ജെറ്റുകൾ. യമനിൽ ഹൂതി വിമതരുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തലസ്ഥാനമായ സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും അതിനോട് ചേർന്ന അൽ ദൈലാമി സൈനിക വിമാനത്താവളത്തിൽ ഉൾപ്പെടെയാണ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ നിന്നുള്ള ആയുധക്കടത്തിന് മറയാക്കുന്ന സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെച്ചതെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സൈനിക കേന്ദ്രം ഹൂതി വിമതർ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതായും അതിനാലാണ് ഇവിടം ലക്ഷ്യമിട്ടതെന്നും ഇസ്രായേൽ സൈന്യം ചൂണ്ടിക്കാട്ടി. സനയിലെ വിമാനത്താവളത്തിന്റെ റൺവേക്ക് സമീപമാണ് അൽ ദൈലാമി സൈനിക താവളം. തുറമുഖ നഗരമായ ഹുദൈദയിലെ വൈദ്യുതി നിലയത്തിന് നേർക്കും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഹെസ് യാസ്രാസ് ഗനാത്തി പവർ സ്റ്റേഷനുകളിലും ആക്രമണം നടത്തിയതായി സൈന്യം സ്ഥിരീകരിച്ചു. യുഎസുമായി മുൻകൂർ ഏകോപിപ്പിച്ച ഓപ്പറേഷനിൽ 100ഓളം യുദ്ധവിമാനങ്ങളാണ് യമൻ ലക്ഷ്യമാക്കി എത്തിയിരിക്കുന്നത്. ഹൂത്തികൾ കനത്ത വില നൽകുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അവർക്ക് ശക്തി മനസ്സിലായില്ലെങ്കിൽ അവർ ഇതിലും വലിയ ശക്തി മനസ്സിലാക്കുമെന്നാണ് ഒരു ഇസ്രായേലി വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സന ഇന്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് യമനിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് വ്യോമസേന നടത്തിയതെന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. പടിഞ്ഞാറൻ യമൻ തീരത്തെ സാലിഫ്, റാസ് ഗനാത്തിബ് തുറമുഖങ്ങളും ലക്ഷ്യമിട്ടതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ആയുധങ്ങൾ കടത്താൻ ഹൂത്തികൾ ഈ ഗതാഗത കേന്ദ്രങ്ങൾ ഉപയോഗിച്ചിരുന്നതായും IDF ആരോപിച്ചിട്ടുണ്ട്. ആക്രമണത്തോട് വേഗത്തിൽ പ്രതികരിക്കാനും അതിനെ നേരിടാനും തങ്ങൾ തയ്യാറാണെന്നും ഹൂത്തികളെ ഉദ്ധരിച്ച് അൽ ജസീറ TV റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയിലെ പലസ്തീനികളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഹൂത്തികൾ ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും ആവർത്തിച്ച് പ്രയോഗിച്ചിരുന്നു. ഇതാണ് ഇസ്രായേലിലെ പ്രകോപനത്തിന് പിന്നാലെ പ്രധാന കാരണം. ഹൂത്തികൾക്കെതിരായ നടപടികളുടെ തുടക്കത്തിൽ മാത്രമാണ് ഇസ്രായേലെന്നും ചാനൽ 14 നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. തെക്കൻ ലെബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ സൈന്യം നടത്തിയ നിരന്തര നടപടികളിലൂടെ സിറിയൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായ ആയുധ ശേഖരങ്ങളിൽ ഭൂരിഭാഗവും നശിപ്പിച്ച സാഹചര്യത്തിൽ നിലവിൽ ഇസ്രായേലിലെ മേൽക്കൈയുണ്ട്. ശനിയാഴ്ച ഹൂതി വിമതർ തൊടുത്ത മിസൈൽ ടെലാവീവിലെ പൊതുപാർക്കിൽ പതിച്ച് 30ഓളം ഇസ്രായേൽ പൗരന്മാർക്ക് പരിക്കേറ്റിരുന്നു. 2023 ഒക്ടോബറിൽ ഗാസയിൽ പോരാട്ടം ആരംഭിച്ചപ്പോൾ മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും ഹൂതി വിമതർ ഹമാസ് ഭീകരരെ സഹായിക്കാനായി മിസൈലും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിവരികയായിരുന്നു. ഇസ്രായേലിന്റെ പ്രദേശങ്ങളിലേക്ക് നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്നാണ് ഹൂതി വിമതരുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. സന വിമാനത്താവളത്തിൽ ആക്രമണം നടക്കുമ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെഡ്രോസ് അദോനം ഗബ്രിയേസസും സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്ന് ലോകാരോഗ്യ സംഘടനയുടെ തലവൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഡിസംബർ 26-ന് വ്യാഴാഴ്ച യമൻ തലസ്ഥാനമായ സനയിലെ വിമാനത്താവളത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ താൻ വെറും മീറ്ററുകൾ മാത്രം അകലെയായിരുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോസ് ഗബ്രിയേസസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗബ്രിയേസസും സംഘവും പരിക്കേൽക്കാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. എന്നാൽ വിമാനത്താവളത്തിലെ റൺവേയുടെ കേടുപാടുകൾ കാരണം ഇവർ പുറപ്പെടുന്നത് ഏറെ വൈകാൻ കാരണമായതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഗബ്രിയേസസിന്റെ നേതൃത്വത്തിലുള്ള 17-അംഗ പ്രതിനിധി സംഘം ഹൂതി വിമതർ കൈവശം വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന UN ജീവനക്കാരുടെ മോചനം സംബന്ധിച്ച ചർച്ചകൾ നടത്താനും യമനിലെ ജനതയുടെ ആരോഗ്യവും മാനുഷികവുമായ സാഹചര്യം വിലയിരുത്താനുമാണ് യമനിൽ എത്തിയിരുന്നത്. ഗബ്രിയേസസ് പറയുന്നതനുസരിച്ച് തന്റെ ടീം വിമാനത്തിൽ കയറാൻ പോകുമ്പോഴാണ് സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ തങ്ങളുടെ വിമാനത്തിൽ ഒരു ജീവനക്കാരന് പരിക്കേൽക്കുകയും വിമാനത്താവളത്തിൽ ചുരുങ്ങിയത് 2 പേരെങ്കിലും കൊല്ലപ്പെട്ടതായും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. എയർ ട്രാഫിക് കൺട്രോൾ റൂം, ഡിപ്പാർച്ചർ ലോഞ്ചും തങ്ങൾ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയായിരുന്നുവെന്നും റൺവേക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ലോകാരോഗ്യ സംഘടനാ തലവൻ ചൂണ്ടിക്കാട്ടി. ഇതുമൂലമാണ് UN സംഘം പുറപ്പെടുന്നതും വൈകിയിരുന്നത്. അതേസമയം ഗാസയിൽ ഹമാസിനെതിരായ IDF ഓപ്പറേഷൻ നിർത്തുന്നതുവരെ ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുമെന്നാണ് ഹൂത്തികൾ പ്രതിജ്ഞയെടുത്തിരിക്കുന്നത്. ഡിസംബർ 25-ന് ഹൂത്തികൾ ഒരു മിസൈലും 2 ഡ്രോണുകളെങ്കിലും ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു. ഇതിന് തൊട്ടു മുൻപ് ടെലാവീവിലെ കളിസ്ഥലത്ത് ഹൂതി മിസൈൽ പതിച്ചതിനെ തുടർന്ന്
16 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇസ്രായേൽ ഹൂത്തികൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചിരുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ഈ ആക്രമണമൊന്നും ഹൂത്തികളെ ബാധിക്കാൻ പോകുന്നില്ലെന്നാണ് അവരുടെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന്റെയും അമേരിക്കൻ ചേരിയുടെയും കപ്പലുകൾക്ക് ഇപ്പോഴും ചെങ്കടൽ യാത്ര വലിയ ഭീഷണിയാണ്. ഈ രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾ മാത്രമല്ല, യുദ്ധക്കപ്പലുകൾക്ക് നേരെ പോലും ഹൂത്തികൾ ആക്രമണം നടത്തുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അമേരിക്കയുടെ ഒരു FA-18 വിമാനം ഹൂത്തികൾ വെടിവെച്ചിട്ടിരുന്നത്. മറ്റൊരു യുദ്ധവിമാനത്തിന് കേടുപാടുകൾ പറ്റുന്ന സാഹചര്യവുമുണ്ടായി. അബദ്ധത്തിൽ തങ്ങൾ തന്നെ വെടിവെച്ചു പോയതാണെന്ന് പറഞ്ഞ് അമേരിക്ക നാണക്കേട് മറച്ചുവെക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നത് എന്താണെന്ന് വ്യക്തമാക്കി ഹൂത്തികൾ പിന്നീട് രംഗത്ത് വരികയാണ് ഉണ്ടായത്. ഏതായാലും ഇസ്രായേൽ ഇതുകൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ല. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ യമനിലേക്ക് ഇസ്രായേൽ നടത്തിയിരിക്കുന്നതെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്.